ഗൈസ്, ഡ്രോൺ എങ്ങനെ ഒരു ശാസ്ത്രീയമായിട്ട് പറപ്പിക്കാം എന്നാണ് നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഞാൻ വലിയ പൈലറ്റ് ഒന്നുമല്ല, എന്നാലും എനിക്കറിയണ രീതിയിൽ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഈ ഡ്രോൺ എങ്ങനെ പറപ്പിക്കണം എന്ന് പഠിപ്പിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ കുറച്ചും കൂടെ നെക്സ്റ്റ് ലെവൽ, നമ്മൾ നേരത്തെ ചെയ്തതിലും നെക്സ്റ്റ് ലെവലിലുള്ള ഡ്രോണാണ്. അത്യാവശ്യം സൈസൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണാം. നേരത്തെ ഡ്രോണിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളെ കാണിച്ച ഡ്രോണിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു. ഇത് അതിൻ്റെ നെക്സ്റ്റ് ലെവലിലുള്ള ഡ്രോണാണ്. അപ്പോൾ സൈസ് ആണെങ്കിലും ലീഫ് ആണെങ്കിലും ഇതിൻ്റെ പവർ ആണെങ്കിലും വളരെയധികം വ്യത്യാസമുണ്ട്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് ബുള്ളറ്റ് ഇടാം. ബുള്ളറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള വാട്ടർ ജെല്ലി ഇതിൻ്റെ അടിയിലിട്ട് നിങ്ങൾക്ക് ഇതിലൂടെ ഫയറും ചെയ്യാം. പിന്നെ ഇതിൽ ക്യാമറയും വരുന്നുണ്ട്. അപ്പോൾ ഇതും തമ്മിലുള്ള കമ്പാരിസൺ ഒന്നുമല്ല, പറയാൻ പറ്റില്ല. ഇത് നെക്സ്റ്റ് ലെവലാണ്, ഇതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ പവറിനെക്കാട്ടിയും ഒരുപാട് കൂടുതലാണ് ഇതിൻ്റെ പവർ. പിന്നെ എങ്ങനെ ഡ്രോൺ പറപ്പിക്കാം എന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ഡ്രോണിൻ്റെ റിമോട്ട്. അപ്പോൾ ഈ റിമോട്ട് ഉപയോഗിച്ചാണ് നമ്മളിത് ഫ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ നിങ്ങൾ ഡ്രോൺ വെക്കേണ്ട സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് ഡ്രോണിൻ്റെ ഫ്രണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഐയുടെ ഭാഗം ഇതാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ നമ്മളെപ്പോഴും ഡ്രോൺ ഫ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം ഫ്ലൈ ചെയ്യാൻ. അപ്പോൾ ഡ്രോൺ നമ്മൾ ഫ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്തും നിങ്ങൾ വെക്കേണ്ട രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഈ ക്യാമറയുടെ ഫേസ് ഫ്രണ്ടിലായിരിക്കണം. ഇങ്ങനെ ഇരിക്കണം ഡ്രോണിൻ്റെ ഫേസ്, ഇത് ബാക്ക് സൈഡ്. ഓക്കെ, അപ്പോൾ ഡ്രോൺ നമ്മൾ അങ്ങനെ പ്ലേസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡ്രോണിൻ്റെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുക. ഡ്രോൺ എങ്ങനെ വെക്കണം എന്നുള്ള പൊസിഷൻ ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മളിനി ജസ്റ്റ് ഇതിൻ്റെ മേളിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. ഡ്രോൺ ഓണായി, റിമോട്ട് ഓൺ ചെയ്യുക. ഓക്കെ, ഇനി പേരേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടും മേളിലേക്കും ഫ്രണ്ടിലേക്കും അയക്കുമ്പോഴേക്കും ഡ്രോൺ കണക്റ്റഡ് ആയി. ഇനി ഇതാണ് ഡ്രോണിൻ്റെ മേളിലേക്ക് ടിൽറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സംഭവം. ഡ്രോൺ നമ്മൾ മേളിലേക്ക് പൊക്കാണ്. ഓക്കെ, അപ്പോൾ ഡ്രോൺ എപ്പോഴും പൊക്കി നമ്മുടെ നേരെ സ്റ്റേബിളായിട്ട് നിർത്തുക. നിങ്ങളെപ്പോഴും ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെഫ്റ്റ്, നമ്മുടെ ലെഫ്റ്റിലേക്ക്, ഇവിടുത്തെ ബട്ടൺ ലെഫ്റ്റിലേക്ക് ആകുമ്പോൾ ഡ്രോൺ ലെഫ്റ്റിലേക്ക് പോകും. ഇപ്പുറത്തെ ബട്ടൺ റൈറ്റിലേക്ക് ആകുമ്പോഴേക്കും ഡ്രോൺ റൈറ്റിലേക്ക് പോകും. അപ്പോൾ നമ്മളുടെ ലെഫ്റ്റും റൈറ്റും നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബാക്ക്വേർഡ്, നമ്മളുടെ ബാക്ക് ഇറങ്ങുമ്പോൾ ഡ്രോണും ബാക്കിലേക്ക് വരണം, ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഡ്രോൺ ഫ്രണ്ടിലേക്ക് വരണം. അവിടെ നമ്മൾ ഡയറക്ഷൻ ആദ്യം കറക്റ്റ് ചെയ്യുക. അതിനുശേഷം ഡ്രോൺ ഫ്ലൈ ചെയ്ത് സ്റ്റേബിളായിട്ട് നിർത്തിയതിന് ശേഷം നിങ്ങൾക്ക് എന്തോരം ഹൈറ്റിലേക്ക് വേണമെങ്കിലും പൊക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ നേരെ വെക്കുകയാണെങ്കിൽ ഡ്രോൺ നേരെ അങ്ങ് പോയിക്കോളും. ഓക്കെ, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക, റിട്ടേൺ അതേപോലെ നമ്മുടെ ഡ്രോൺ വരും. ഇതിൻ്റെ കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കൺട്രോളിംഗ് ആണ്. നമ്മുടെ കയ്യിലുള്ള 2 ടൈപ്പ് ഡ്രോൺ ആണെങ്കിലും അത്യാവശ്യം നല്ല കൺട്രോളാണ്. സ്റ്റേബിളായിട്ട് നിങ്ങൾ നിൽക്കണം. ഓക്കെ, ഇത്തരം ഈ ഒരു ചെറിയ പ്രൈസിങ്ങിൽ ഏകദേശം ഇതിനൊരു 4000 ആണ് വരുന്നത്. ഈ ഡ്രോണിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നോക്കിയാൽ ഇത്തരം കൺട്രോളുള്ള ഡ്രോൺ ഞാൻ ക്യാമറയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തി കാണിച്ചു തരാം. വേണ്ട, അത്രയും കൺട്രോളാണ് ഈ ഡ്രോണിനുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരാനാണെങ്കിൽ വേണ്ട, എൻ്റെ ഫ്രണ്ടിൽ ഞാനിപ്പോൾ ഇതിൻ്റെ അടിയിൽ നിൽക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കാറ്റുണ്ട്. എൻ്റെ മുടി പറക്കണ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എനിക്കറിയില്ല, പക്ഷേ നല്ല പവറുള്ള ഡ്രോണാണ്. അതുകൂടാണ്ട് ഇതിൻ്റെ കൺട്രോൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ്. ഓക്കെ, ഇത് ഫോർവേഡ്, ഇത് ബാക്ക്വേഡ്. ഓക്കെ, പിന്നെ ഈ ഡ്രോണിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് ബോൾസ് ഇട്ട് കൊടുക്കാം. ബോൾസ് ഇടാണെങ്കിൽ ഇതിൽ കൂടെ ഫയർ ചെയ്യും. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുക ബോൾസ് ഇടാൻ വേണ്ടി. പിന്നെ ബോൾസിന് വേണ്ടി ചെറിയൊരു ബോട്ടിൽ നിങ്ങൾക്ക് കിട്ടും, അതിലേക്ക് വെള്ളം നിറക്കുക. എന്നിട്ട് ഈ ബോൾസ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അത് അത്യാവശ്യം വലുതായി വരുന്ന സമയത്ത് ഈ ബോൾസ് ഇതിലേക്ക് വെള്ളം ഇല്ലാതെ, വെള്ളം നിങ്ങൾ മൊത്തം കളഞ്ഞതിന് ശേഷം ബോൾസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ റിമോട്ടിൽ തന്നെ ഫയർ ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. ഇതാണ് ഫയർ ചെയ്യാനുള്ള ബട്ടൺ. ഉണ്ടോ? അപ്പോൾ നമ്മുടെ ഈ ബോൾസ് നമ്മൾ ഡ്രോണിലേക്ക് ലോഡ് ചെയ്യാണ്. ഫുള്ള് ഓവറായിട്ട് നിറക്കരുത്. ഇതിൻ്റെ ഉള്ളിൽ വെച്ചതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് നമ്മുടെ റിമോട്ട് ഉപയോഗിച്ച് തന്നെ ഇത് ഫയർ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടി നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഫയർ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഡ്രോൺ ജസ്റ്റ് ഓൺ ചെയ്തിട്ട് ഫയറിങ് ബട്ടൺ നെക്കി നോക്കാം. കണ്ട ഇങ്ങനെ ഫയർ ചെയ്തുകൊണ്ടിരിക്കും ഈ ഡ്രോൺ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടല്ല, ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള ഡ്രോണാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ ബാക്കി ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാം. അപ്പോൾ ശരി ഗൈസ്, ബൈ.